ഗൈസ്, അപ്പം നമ്മളുടെ കട്ടളപ്പായിരുന്നു. അപ്പം ബുധനാഴ്ചയായിരുന്നു ഗൈസ്. അപ്പം നമ്മുടെ കട്ടളപ്പിൻ്റെ ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണ് ഗൈസ്. അപ്പം സിമെൻ്റൊക്കെ ഇട്ട് സീനൊക്കെ ആക്കി ഗൈസ്. നിങ്ങളപ്പോൾ കണ്ടു പിന്നെ ഗൈസ് വിളക്കൊക്കെ ഇതാക്കി വിളക്കൊക്കെ എണ്ണ ഒഴിച്ച് തിരിയൊക്കെ കത്തിച്ച് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ ചെയ്യുകയാണ്. അവിടെ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും സിമെൻറ്റും ഇതൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ചെയ്യാനുള്ളതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടളവപ്പിൻ്റെ ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം വരയ്ക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതിനകത്ത് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, നോക്കുക. കണ്ട ഗൈസ്, അവിടെ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവിടെ വരയ്ക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കുക വരയ്ക്കുന്ന ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബാക്കി ഓം വിശ്വകർമ്മണേ നമഃ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം വിശ്വകർമ്മണേ നമഃ. ഓം നമഃ ശിവായ. നെല്ലും പൂവും അരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ അതെല്ലാം കെട്ടി വെക്കുവാണ്. കടയിൽ ഗൈസ് എല്ലാം കെട്ടി വെച്ചിട്ട് വിളക്കിൻ്റെ മുമ്പിൽ വെക്കുന്നുണ്ട്. കെട്ടുവാണ് ഗൈസ്. ഈ നമ്മൾ വിളക്കിന് മുമ്പിലൊക്കെ വെക്കുന്നുണ്ട് ഗൈസ്. ഇത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഗൈസ് നമ്മളെല്ലാവരും. കടയിൽ ഗൈസ് അപ്പോൾ പഞ്ചലോകമൊക്കെ മാറ്റി വെക്കുന്നത് പഞ്ചലോകം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത് കിട്ടുവാണോ അറിയത്തില്ല, എന്താ ചെയ്യണം കടയിൽ ഇവിടെ പ്രാർത്ഥിക്കുവാണെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഗൈസ്, അപ്പോൾ കട്ടളയുടെ അടിയിൽ നിന്ന് മണ്ണിൻ്റെ അടിയിലാണ് ഗൈസ് വെക്കാൻ പോണത്. നിങ്ങൾ കൊണ്ട് അങ്ങനെ വെക്കുന്നതൊക്കെ ഗൈസ് കണ്ടില്ലേ. ഇവിടെ അകത്തോട്ട് വെക്കാൻ ഇതൊക്കെ ചെയ്ത് അങ്ങനെ അകത്ത് വെച്ചെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ കട്ടളയുടെ അവിടെല്ലാം എഴുതി വെച്ചിരിക്കുന്നു. മറ്റേ പണ്ട് നമ്മൾ ഓം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമെൻറ്റിൻ്റെ അടിഭാഗം ചെറുതായിട്ട് എടുത്തു അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അതിനകത്ത് നാണയമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, മുകളിലോട്ട് പൊക്കിയിട്ട് താഴോട്ട് വെക്കരുത്. മുകളിലോട്ട് പൊക്കിയിട്ട് വെക്കേണ്ട സ്ഥലം വെച്ചെടുത്താക്കണം. കഴിഞ്ഞിട്ട് ദക്ഷിണ കൊടുക്കാണ്. അതിലെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ആൾക്ക് കഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. കുറേ പേരുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത ആൾക്ക് കഴിഞ്ഞ് ഗൈസ് അങ്ങനെ ഇതൊക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട് നമ്മൾ. എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ
ഇവിടെയൊക്കെ കാണിച്ചു തരാം ഗൈസ്. കണ്ട ഇത്രയും ഭാഗം നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊച്ചു വെളിച്ചെണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഗൈസ്. ഗൈസ് അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ കട്ടള നേരെ വെക്കാൻ പോവാണ് ഗൈസ്. അത് എല്ലാവരും പിടിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. സ്റ്റോപ്പായി കൊച്ച് ഇങ്ങോട്ട് വെക്കുന്ന സീനൊക്കെ ഉണ്ട്. അല്ല പവറിലൊക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ആക്കുന്നുണ്ട് അല്ലേ അങ്ങനെ കട്ടള വെച്ച് കഴിഞ്ഞ അതിൻ്റെ അടിയിൽ നേരെയാക്കിയാൽ മതി ഗൈസ്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അടിയിലൊക്കെ ചെയ്യണം ഗൈസ്. അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ അത് മേളിൽ കയറൊക്കെ ഇട്ട് കല്ലിലപ്പുറത്ത് 2 സ്ഥലത്ത് സൈഡിലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ കയർ അപ്പുറത്തൊരു കല്ലിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തൂക്കോ ഇതൊക്കെ അളക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ അടിയിൽ നോക്കുന്നുണ്ട് ഗൈസ്. ഒരു ഇത് വീതിയൊക്കെ ആണോ എന്നൊക്കെ നോക്കുക. അതിൻ്റെ സെറ്റപ്പൊക്കെ നോക്കുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് അങ്ങനെ നമ്മൾ ഗൈസ് നല്ല പല അവിടെ കിടപ്പുണ്ട്. കണ്ടില്ലേ ഗൈസ്. ഫ്രഷ് പല പണിത് പല കിടപ്പുണ്ടാണ്. ചുറ്റിക കൊണ്ട് അടിക്കുന്നുണ്ട് ഗൈസ്. ഇത് അടിയിലോട്ട് നന്നായിട്ട് ശക്തിയൊക്കെ ആവാൻ വേണ്ടി. കണ്ടില്ലേ ഗൈസ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെ അപ്പുറത്തും ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ പിന്നെ അവിടെ കണ്ട മണ്ണൊക്കെ ഇട്ട് നല്ല സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.